രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനലിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ബാക്കി നക്ഷത്രങ്ങളുടെ എല്ലാം പ്ലേലിസ്റ്റ് എടുത്താൽ അസ്ട്രോളജി അല്ലെങ്കിൽ ജ്യോതിഷം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിനകത്തുണ്ട്. അതുകൂടാതെ ഓരോ മാസത്തിലും ജാനുവരി ജനിച്ചവരുടെ ഫലം, ഫെബ്രുവരി ജനിച്ചവരുടെ ഫലം, അങ്ങനെ ഡിസംബർ വരെ ജനിച്ചവരുടെ ഫലമുണ്ട്. അതും നിങ്ങളുടെ നക്ഷത്രഫലവും ചേർത്താൽ നിങ്ങളുടെ ജാതകമാകുന്നതാണ്. അതുകൂടാതെ കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ കഥ 61 എപ്പിസോഡുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് പിന്നിട്ടിരിക്കുകയാണ്. പിന്നെ അഷ്ടപതിയുണ്ട്, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് 8 എണ്ണം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ വേണമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്ത് കാണാം. അഷ്ടാവക്ര ഗീതയുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ് അഷ്ടാവക്ര ഗീത. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് കടക്കാം. നമുക്ക് ധ്യാനിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം മഹാഗണപതയേ നമഃ. ഓം മഹാഗണപതയേ നമഃ. ഓം മഹാഗണപതയേ നമഃ. ഓം ശനൈശ്വരായ നമഃ. ഓം സരസ്വത്യൈ നമഃ. ഓം സർവശക്തി ഐക്യരൂപ ശ്രീ മൂകാംബായേ നമോ നമഃ. ഓം നമഃ ശിവായ. ഓം ഉമായേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എൻ്റെ ദൈവൻ രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിന് ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട്.
മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ സ്വഭാവ സവിശേഷതകളുള്ള ഒരു നക്ഷത്രമാണ് മീനം രാശിയിൽപ്പെടുന്ന മീനക്കൂറായിട്ടുള്ള ഉത്രട്ടാതി. അതിനു മുമ്പ് ഒരു കാര്യം, ഞാൻ എങ്ങനെ രാധാഭക്തനായി അതിനെക്കുറിച്ചൊരു വീഡിയോ ഇറക്കണേ സാറേ എന്ന് എന്നെ ഒരുപാട് പേര് നിർബന്ധിക്കുന്നുണ്ട്. മനസ്സിലല്ലേ? സൗത്ത് ഇന്ത്യയിൽ രാധാഭക്തർ അങ്ങനെ കാണത്തില്ല. വൃന്ദാവനത്തിൽ നിന്ന് സ്വാമിമാർ വരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു രാധാഭക്തൻ ഞങ്ങളുടെ അറിവിൽ ആദ്യമാണ്. നോർത്ത് ഇന്ത്യയിൽ പോലും എല്ലാവരും ഭക്തരാണ്, പക്ഷെ സാറിൻ്റെ ഡീപ്പ് ഭക്തിയും അതെങ്ങനെയാണ് വന്നത്? നൃത്തം ചവിട്ടിക്കൊണ്ട് രാധേ രാധേ എന്ന് ചൊല്ലുക എന്നതാണ് നിയമം. ഇത് സാറിന് എങ്ങനെയാണ് പിടികിട്ടിയത്? ഇങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നതാണത്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ കൃത്യം 3 മണിക്ക് റിലീസാക്കുന്നതാണ്. രാധാറാണിയമ്മ അനുഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എങ്ങനെ രാധാഭക്തനായി, അതൊരു വലിയ സംഭവം തന്നെയാണ് ഞാൻ രാധാഭക്തനായത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേ കണക്ക് രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വീഡിയോ കണ്ടിരിക്കണം. ബാക്കിയൊക്കെ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറയാം. വെള്ളിയാഴ്ച 3 മണിക്ക് ഞാൻ എങ്ങനെ രാധാഭക്തനായി. അപ്പോൾ ഇത് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഗണം മനുഷ്യഗണം, യോനി സ്ത്രീയാണ്, മൃഗം പശുവാണ്, ഭൂതം മയിലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഉത്രട്ടാതി നക്ഷത്രക്കാരെന്ത് ചെയ്യാൻ പാടില്ല? പശു ഇറച്ചി തിന്നാനായിട്ട് പാടില്ല. അത് വളരെയധികം ദോഷങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ മയിലുകൾ പിന്നെ എല്ലായിടവും കാണാൻ വലിയ പാടാണ്. മയിൽപ്പീലിയൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങിച്ചു വീട്ടിൽ സൂക്ഷിക്കുന്നത് ഉത്രട്ടാതിക്ക് നല്ലതാണ്. ഇവരുടെ വൃക്ഷം കരിമ്പനയാണ്. പറ്റുമെങ്കിൽ നഴ്സറിയിലൊക്കെ ചെന്നാൽ അതിൻ്റെ തൈ കിട്ടും. നട്ടു വളർത്തുന്നത് നല്ലതാണ് ഉത്രട്ടാതിക്കാർ. മറ്റുള്ളവർ പറയും കരിമ്പന വീട്ടിൽ വെച്ചുകൂടാ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ നക്ഷത്ര രൂപം ഒരു കട്ടിലിൻ്റെ കാല് പോലെ ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി. ഇവർക്ക് 9.5 വയസ്സുവരെ, അതായത് ശനി ദശയാണ് 9.5 വയസ്സുവരെ. 26.5 വയസ്സുവരെ ബുധദശയാണ്. 33.5 വയസ്സുവരെ കേതുവാണ്. അപ്പോൾ 26.5 തൊട്ട് 33.5 വരെ ശ്രദ്ധിക്കണം. ഹേതു ഇല്ലാതെ അനർത്ഥം ഉണ്ടാകും. ഒരു കാരണങ്ങളുമില്ലാതെ പ്രശ്നങ്ങൾ വന്നിങ്ങനെ കയറി വരും. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് വിവാഹം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല ജാതക ചിന്ത ചെയ്ത് മാത്രമേ ഉത്രട്ടാതിക്കാർ വിവാഹിതരാകാൻ പാടുള്ളൂ. പിന്നെ 53.5 വയസ്സ് വരെ ശുക്രനാണ്. അടിപൊളി സമയമാണ്. ഈ സമയത്ത് സമ്പാദിച്ചാൽ സമ്പാദിച്ചു. ഈ 33 വയസ്സിനും 33.5 വയസ്സിനും 53.5 വയസ്സിനും ഇടയ്ക്ക് ഉത്രട്ടാതിക്കാർക്ക് അടിപൊളി ടൈമാണ്. ആ സമയം നിങ്ങൾ നല്ലവണ്ണം യൂസ് ചെയ്താൽ ചെയ്തു. ആ സമയത്ത് എല്ലാ മാസത്തിലും ശുക്രന് അർച്ചന നടത്തുക വളരെ ഉത്തമമാണ്. മനസ്സിലായില്ലേ? എല്ലാ മാസത്തിലും ശുക്രന് നിങ്ങൾ ഇത് അർച്ചന നടത്തണം. പിന്നെ 59.5 വയസ്സ് വരെ സൂര്യദശയാണ്. മനസ്സിലായില്ലേ? അല്പസ്വല്പം പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാകും. 69.5 വയസ്സ് വരെ ചന്ദ്രദശയാണ്. അപ്പോൾ ശരിക്കും ഈ സൂര്യദശ വളരെ ശ്രദ്ധിക്കണം. 53.5 വയസ്സ് തൊട്ട് ഏതാണ്ട് 60 വയസ്സ് വരെ നിങ്ങളെ അസുഖങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പിടികൂടി വേട്ടയാടി. പിന്നെ അസുഖം മാത്രമല്ല, മാനസികമായ സുഖക്കുറവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് നിങ്ങൾ സൂര്യദശയിൽ എല്ലാ ഞായറാഴ്ചയും സൂര്യദേവന് പൊങ്കാല ഇടണം, ആദിത്യമന്ത്രം ജപിക്കണം. 69.5 വയസ്സ് വരെ ചന്ദ്രദശ. പിന്നെ 76.5 വയസ്സ് വരെ നിങ്ങൾക്ക് ചൊവ്വ. മിക്കവാറും ആൾക്കാർ ഉത്രട്ടാതിക്കാർ ഈ ചൊവ്വ ദശയിലാണ് അന്ത്യശ്വാസം വലിക്കുന്നത്. മിക്കവാറും ഉത്രട്ടാതിക്കാർക്കൊക്കെ നല്ല ആയുസ്സൊക്കെ ഒരുവിധം ഉണ്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ജാതകത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നെങ്കിലേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇവരുടെ സ്വഭാവ സവിശേഷതകൾ? ഉത്രട്ടാതിക്കാർ ഭയങ്കര ഈശ്വര വിശ്വാസികളായിരിക്കും. ആത്മീയതയിലൂടെ സഞ്ചരിക്കുന്നവർ, ആത്മീയവാദികളായിരിക്കും അവർ. മനസ്സിലായില്ലേ? നല്ല അറിവുള്ളവരായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഇപ്പം തന്നെ 3 സ്വഭാവ സവിശേഷതയായി. ഭയങ്കര അറിവാണ്. വിജ്ഞാനം നേടുന്നതിന് ബഹുമിടുക്കരാണ്.
പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പുസ്തക പുഴുക്കളല്ല. അല്ലാതെ ഏത് കാര്യത്തെക്കുറിച്ചും നല്ല അറിവും നല്ല ബുദ്ധിയുമുള്ളവരാണ്. ഇനി വിദ്യ പകർന്നു കൊടുക്കുന്നതിൽ ബഹുകേമന്മാരാണ്. അതുകൊണ്ട് തന്നെ അധ്യാപക രംഗത്ത് വളരെയധികം ഇവർ ശോഭിക്കുന്നതാണ്. അധ്യാപക രംഗത്ത് മാത്രമല്ല, ഒരു യൂട്യൂബ് തുടങ്ങിയാലും കലാരംഗത്തും, അതായത് ഇവർക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ പുതുമയോടുകൂടി അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അവർ ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും എന്ത് ചെയ്താലും തികച്ചും മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കും, ഭയങ്കര വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇവർ ഉത്രട്ടാതിക്കാർ അധ്യാപകരായാൽ, യൂട്യൂബ് തുടങ്ങിയാൽ, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, കഥകൾ എഴുതിയാൽ, കവിതകൾ എഴുതിയാൽ ഒക്കെ നല്ല ശോഭിക്കുന്ന കൂട്ടരാണ്. മറ്റുള്ളവരിൽ നിന്നും വേറിട്ട വഴിയിലൂടെ നടക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്, ഉത്രട്ടാതിക്കാരെന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ വിനയത്തിൽ ഇവരെ വെല്ലാൻ ഒരാളില്ല. നല്ല വിനയമുള്ളവരാണ്. ബഹുമാനിക്കേണ്ടവരെയൊക്കെ ഭംഗിയായി ബഹുമാനിക്കും. നല്ല വിനയശീലമുള്ളവരാണ് ഇവര്. പക്ഷെ ആ വിനയം അവരുടെ ദൗർബല്യമായി കരുതി നിങ്ങൾ അവർക്കിട്ടങ്ങോട്ട് പണി കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവരെ കൊച്ചാക്കാനോ ശ്രമിച്ചാൽ കളി മാറും. നോർമലി അവർ ഭയങ്കര വിനയശീലരാണ്. ആരോടും അങ്ങനെ വഴക്കിനോ വക്കാണത്തിനോ ഒന്നും പോകാൻ ആഗ്രഹിക്കാത്ത കൂട്ടരാണ് ഉത്രട്ടാതിക്കാരെന്ന് പറയുന്നത്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ മധുരമായും മൃദുവായും സംസാരിക്കാൻ അറിയാം. മൃദു എന്ന് പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാതെ വളരെ മധുരമായി സംസാരിക്കും. ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ ഒരു ഉത്രട്ടാതിക്കാരൻ്റെ അടുത്തോ ഉത്രട്ടാതിക്കാരിയുടെ അടുത്തോ ഒരു സ്വല്പനേരം സംസാരിച്ചാൽ നിങ്ങളുടെ ഈ ദുഃഖം ഓടി ഒളിക്കുന്നത് കാണാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നല്ല ആശ്വാസമായിരിക്കും. അങ്ങനെ കാര്യങ്ങൾ നല്ല മധുരമായി പറയാനുള്ള കഴിവ് വളരെ ഇതുള്ളവരാണ്. ആരെയും ഇവർ വേദനിപ്പിക്കാതെ സംസാരിക്കുന്നവരായിരിക്കും. പിന്നെ നല്ല ധർമ്മബോധമുള്ളവരാണ്. മനസ്സിലായില്ലേ? സത്യത്തിലും ധർമ്മത്തിലും അടി ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഉത്രട്ടാതിക്കാർ. സത്യസന്ധരാണ്. കള്ളത്തരത്തിൻ്റെ മാർഗം അവർക്കിഷ്ടമില്ല, അവർ പോകത്തതുമില്ല. ശാസ്ത്ര വിഷയങ്ങളിൽ നല്ല താല്പര്യം കാണും. എനിക്കറിയാവുന്ന മിക്ക ഉത്രട്ടാതിക്കാരും ഡിഗ്രിക്ക് പോകുമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ ശാസ്ത്ര വിഷയങ്ങൾ, പ്രീ ഡിഗ്രിക്കാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, നല്ലൊരു പങ്കും ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവരാണ്. ഇവർ ഭയങ്കര ദയാശീലരാണ് കേട്ടോ. മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ കണ്ടാൽ ഉത്രട്ടാതിക്കാരുടെ മനസ്സങ്ങലിഞ്ഞു പോകും. കയ്യിലിരിക്കുന്നത് എന്ത് എടുത്തു കൊടുക്കും, അത് വെച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കും. ആ കാര്യത്തിൽ ഉത്രട്ടാതിക്കാർ ശ്രദ്ധിക്കണം. കാരണം ഉത്രട്ടാതിക്കാരുടെ മനസ്സ് മറ്റുള്ളവരെ പോലെയല്ല, വേഗമലിയും. മനസ്സിലായില്ലേ? വളരെ പെട്ടെന്ന് അവരുടെ മനസ്സലിയും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അവർ. അനാഥാലയത്തിലും മറ്റും പണം കൊടുക്കുന്നതിനോ വഴിയിൽ വെച്ച് വിശന്ന് വലഞ്ഞൊരു കുഞ്ഞ് നിൽക്കുന്ന കണ്ടാൽ അവന് കടയിൽ കയറ്റി ഇഡ്ഡലിയും സാമ്പാറും ഒന്നുമല്ല അവന് ആവശ്യമുള്ളൂ. നിനക്ക് പെറോട്ട ഇറച്ചി വേണമെങ്കിൽ കഴിച്ചോ മോനെ എന്ന് പറയും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. അതാണ് ഉത്രട്ടാതിക്കാരുടെ സ്വഭാവം. പക്ഷെ അവർ പൈസ കൊടുക്കത്തില്ല പിച്ചക്കാർ പിള്ളേർക്ക്, കാരണം അത് വേറെ ആൾക്കാർക്ക് കിട്ടും. അപ്പം ദാനധർമ്മങ്ങളിൽ വളരെ തൽപരരാണ്. സുഖജീവിതത്തിൽ നല്ല താല്പര്യമുള്ളവരാണ് ഉത്രട്ടാതിക്കാർ, പ്രത്യേകിച്ചും പുരുഷന്മാർക്ക്. മനസ്സിലായില്ലേ? ഉത്രട്ടാതിക്കാരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത, അവർ ലോകത്ത് എന്തും താങ്ങും. വിശപ്പ് ഉത്രട്ടാതിക്കാർ താങ്ങത്തില്ല. അവർക്ക് വലിയ പാടാണ് വിശപ്പ് താങ്ങാനായിട്ട്. അപ്പോഴവർക്ക് എന്തെങ്കിലും കഴിക്കണം, നല്ല ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ആഹാരപ്രിയരാണ്. അങ്ങനെ നല്ല ഫുഡ്, വെറൈറ്റി ഫുഡ്. മനസ്സിലായില്ലേ? അതേ കണക്ക് എന്താണെന്നറിയാമോ, ഇവർ ചില സമയത്ത് മറ്റുള്ളവരെ കൈയയച്ച് സഹായിക്കും. പണം ചെലവാക്കുന്നതിൽ ഒരു മടിയും ഇവർക്ക് കാണത്തില്ല. മനസ്സിലായ? അവർക്ക് പണം അവരൊരിക്കലും ഒരു പിശുക്ക് കാണിക്കത്തില്ല. പക്ഷേ ചില സമയത്ത്
നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ അവരെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ നല്ല പിശുക്ക് കാണിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും വേണ്ടായിരുന്നു, പൈസ ചിലവാക്കുന്നതിൽ ഒരു മടിയുമില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളുടെ അടുത്ത് അവർ നന്നായിട്ട് ഏത് കാണിക്കുകയും ചെയ്യും, പിശുക്ക് കാണിക്കുകയും ചെയ്യും. എല്ലാവരോടും നല്ല സഹകരണമായിരിക്കും. ആരുമായിട്ടും പെട്ടെന്ന് ഇടപഴകി ചേരുന്നവരാണ് ആരെന്ന് പറയുന്നത് ഉത്രട്ടാതിക്കാര്. ഇത് മനസ്സിലല്ലേ? ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർക്ക് വലിപ്പ ചെറുപ്പ ഭേദമില്ല. പണക്കാരനാണ്, പാവപ്പെട്ടവനാണ്, അങ്ങനൊന്നുമില്ല. പാവപ്പെട്ടവരോടൊക്കെ വളരെ കരുണയോട് പെരുമാറും. ഉത്രട്ടാതിക്കാര് ഓഫീസർമാരായിട്ടിരുന്നാൽ, മാനേജറായിട്ടൊക്കെ ഇരുന്നാൽ അവിടെയുള്ള പിയൂണിന് വരെ ഉത്രട്ടാതിക്കാരെ വലിയ ഇഷ്ടമായിരിക്കും. കാരണം പിയൂണിനെ പോലും ഒരു സമഭാവനയിൽ കണ്ട് സ്നേഹത്തോടെ സംസാരിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്, ഉത്രട്ടാതിക്കാരെന്ന് പറയുന്നത്. വലിപ്പ ചെറുപ്പ ഭേദമില്ല. പിന്നെ അവർക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ, സ്നേഹം സൂക്ഷിക്കുന്നവരാ. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ സഹോദരങ്ങൾ, ഇതെൻ്റെ കൂട്ടുകാരൻ, ഇങ്ങനെ സ്നേഹബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. ഭയങ്കര സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ളവരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാളിൽ പഠിച്ച കൂട്ടുകാരെ പോലും അവർ ഓർത്തിരിക്കും. അവരുമായിട്ടൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് തോന്നുന്ന കൂട്ടത്തിലാണ്. ഇങ്ങനെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ നല്ല മിടുക്കരാണ് ഉത്രട്ടാതിക്കാർ. ഇവർ നല്ല ഭാഗ്യമുള്ളവരാണ്. ധനമുണ്ടാക്കാൻ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. ഉത്രട്ടാതിക്കാർക്കൊരു നല്ല ആകർഷകത്വമുണ്ട്. മറ്റുള്ളവരെ കാന്തം പോലെ അട്രാക്റ്റ് ചെയ്യാനൊരു കഴിവുണ്ട്. ഉത്രട്ടാതിക്കാരുടെ കണ്ണുകൾ, അതായത് പുരുഷനായാലും സ്ത്രീ ആയാലും ഉത്രട്ടാതിക്കാരുടെ കണ്ണുകൾക്കൊരു ആകർഷക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അവരാരെയും തങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും. ഭയങ്കര നിഷ്കളങ്കരാണ് ഉത്രട്ടാതിക്കാര്. മനസ്സിലായില്ലേ? നിഷ്കളങ്കരാണ്. പലപ്പോഴും ഇവരെത്ര മുതിർന്നാലും നിഷ്കളങ്കമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതും നിഷ്കളങ്കമായിട്ടാണ് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാ ഉത്രട്ടാതിക്കാരുടെ മനസ്സിലും ഒരു കുട്ടിയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ വളർന്ന് കല്യാണം കഴിച്ചാലും ശരി, നമുക്ക് മക്കളുണ്ടായാലും ശരി, ചില സമയത്ത് നമ്മൾ വരുമ്പം നമ്മുടെ അമ്മ സോഫയിൽ എങ്ങാണ് ഇരിക്കുന്നത് കണ്ടാൽ ഓടിച്ചെന്ന് ആ മടിയിലൊന്ന് കിടക്കാൻ കൊതിക്കുന്നവരാണ് ഉത്രട്ടാതിക്കാർ. മനസ്സിലായില്ലേ? ഇത് ഉത്രട്ടാതിക്കാർക്കുള്ള ഒരു വലിയ നല്ല ഗുണമാണ് ഇതെന്ന് പറയുന്നത്. അവർ നിഷ്കളങ്കരാണ്, അവരുടെ മനസ്സിൽ കളങ്കമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കളങ്കമുള്ള കക്ഷികളൊക്കെ ഇവരെ നല്ലതുപോലെ എന്ത് ചെയ്യാം, പറ്റിക്കാം, അത് സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? പരോപകാരികളാണ്, പരോപകാരികളാണ്. നല്ല മനോനിയന്ത്രണമുള്ളവരാണ്. പക്ഷെ മനസ്സിന് കട്ടി കുറവാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. മനോനിയന്ത്രണമുള്ളവരാണ്. ഇവർക്ക് കുടുംബസ്വത്ത് ലഭിക്കാം. മനസ്സിലായില്ലേ? ഇവർക്ക് പിതാവിനോടല്പം അടുപ്പം കൂടുതലാണ്. എന്നാൽ പിതാവിനെ കൊണ്ട് വലിയ ഗുണമൊന്നും കിട്ടണമെന്നില്ല. ചിലർക്ക് പിതൃസ്വത്ത് കിട്ടാം. പിതാവിനെ കൊണ്ട് ഗുണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇവരുടെ അറ്റാച്ച്മെൻറ്റ് മിക്കവാറും ഒക്കെ ഈ പിതാവിനോടാണ്. പിതാവിനോടൊരല്പം സ്നേഹമുള്ള കൂട്ടത്തിലാണ്. സാധാരണ ആൺമക്കൾക്കൊക്കെ അമ്മയോടാണല്ലോ സ്നേഹം. ഇവർക്ക് അമ്മയോട് സ്നേഹമുണ്ടെങ്കിലും അച്ഛനോട് സ്നേഹമാണ്. അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടാൻ യോഗമുണ്ട്. പിന്നെ അവരുടെ അച്ഛനും അമ്മയും തമ്മിൽ വല്ല ഡിവോഴ്സുകളോ മറ്റോ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവർ ജന്മദേശം വിട്ട് അന്യദേശത്ത് താമസിക്കും. വിദേശത്തൊക്കെ പോയാൽ വളരെയധികം നേട്ടമുണ്ടാക്കാൻ പറ്റുന്നവരാണ് ഉത്രട്ടാതിക്കാർ. ഉത്രട്ടാതിക്കാരി പലരും വിദേശത്ത് പോയി നേട്ടം ഉണ്ടാക്കുന്നവരാണ്. ഇനി വിദേശമില്ലെങ്കിലും ജനിച്ച വീടും സ്ഥലവും വിട്ട് വേറെ സ്ഥലത്ത്, ഇപ്പോൾ കേരളത്തിൽ ജനിച്ച ഒരാൾ ഡൽഹിയിൽ ജോലി ചെയ്യാം, തമിഴ്നാട്ടിൽ ജോലി ചെയ്യാം, അങ്ങനെ വരാം. പിന്നെ ഉത്രട്ടാതിക്കാരുടെ ഒരു വലിയ പ്രത്യേകത, അവരുടെ മനസ്സിലിരിപ്പ് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ച പാണി 19 നോക്കിയാലും ഇവരുടെ മനസ്സിലിരിപ്പ് കണ്ടുപിടിക്കാൻ പാടാണ്. ഇവരുടെ കൂടെ ഒരു ജന്മം കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിനും ഉത്രട്ടാതിക്കാരുടെ മനസ്സിലിരിപ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല.
ഇവരൊരിക്കലും ധൈര്യശാലികളല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഉത്രട്ടാതിക്കാരെന്തിലും ഏതിലും ഒരു പേടിയുള്ളവരാണ്. ഈവൻ ഒരു പ്രണയത്തിൽ പോലും അവർക്ക് ഭയങ്കര പേടിയാണ്. പ്രണയിക്കുന്ന പെണ്ണുമായിട്ട് നടന്നു പോയാൽ അയ്യോ അവർ കാണുമോ, അയ്യോ ഇവർ കാണുമോ, അതിങ്ങനെ കുഴപ്പം വരുമോ, ഒരു ഭയം എപ്പോഴും ഉത്രട്ടാതിക്കാരെ ഉണ്ട്. അവർ ധീരന്മാരല്ല, പുറമേ ഭാവിക്കും ധീരന്മാരാണെന്ന്, പക്ഷേ അവർ ഉള്ളുകൊണ്ട് ധീരന്മാരല്ല. ഇവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത, ഇവരെന്ത് ചെയ്യും, വരിഞ്ഞു മുറുക്കി അങ്ങ് സ്നേഹിക്കും. മനസ്സിലായില്ലേ? അതിര് കവിഞ്ഞ സ്നേഹമാണ് ഇവർക്ക്. സ്നേഹം വന്നാൽ ഒരുതരം ഭ്രാന്താണ്, ഒരുതരം ലഹരിയാണ്. വരിഞ്ഞു മുറുക്കി അവർ സ്നേഹിക്കും. ഇതവർക്ക് പലപ്പോഴും ദോഷം ചെയ്യും. കാരണം അവരങ്ങ് സിൻസിയറായിട്ട് 101% സിൻസിയറായിട്ട് ഭയങ്കരമായി സ്നേഹം വാരി കോരി അങ്ങ് കൊടുക്കും. പക്ഷേ അവർ സ്നേഹിക്കുന്ന അളവിൽ പലപ്പോഴും ആ സ്നേഹം അവർക്ക് തിരിച്ചു കിട്ടാറില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ഭയങ്കരമായിട്ട് സ്നേഹിക്കും അവർ, പക്ഷേ അതേ അളവിൽ അവർക്ക് പലപ്പോഴും അവരാരിൽ നിന്ന് സ്നേഹം കിട്ടണമെന്ന് വിചാരിക്കുന്നുവോ. കാരണം ഈ ഉത്രട്ടാതിക്കാരുടെ സ്നേഹത്തിൻ്റെ തീവ്രതയിലേക്ക് മറ്റുള്ളവർക്ക് എത്താൻ തന്നെ ഒരല്പം ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത, ഇവർ ആരെയും ഭയങ്കരമായിട്ട് അങ്ങ് വിശ്വസിക്കും. കണ്ണും പൂട്ടി അവരങ്ങ് വിശ്വസിക്കും. മനസ്സിലായില്ലേ? അത് വലിയ കുഴപ്പം ചെയ്യും ഉത്രട്ടാതിക്കാർക്ക്. എന്നിട്ട് അവരോടെല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറയും, സകല രഹസ്യങ്ങളും അങ്ങ് തുറന്നു പറഞ്ഞു കളയും. തരം കിട്ടുമ്പോൾ ഒന്ന് പിണങ്ങിപ്പോയാൽ അവന്മാരത്, അല്ലെങ്കിൽ ആ പെൺകുട്ടികൾ അത് തിരിച്ചു ഉപയോഗിക്കും. ഉത്രട്ടാതിക്കാരുടെ ഏറ്റവും വലിയ തകരാറ് അതാണ്. അവർക്കങ്ങ് വിശ്വാസം തോന്നിയാൽ പിന്നെ അങ്ങ് ഭയങ്കര വിശ്വാസമാണ്. അവർക്കൊരാളെ ഇഷ്ടം തോന്നിയാൽ അവരെക്കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം കണ്ണും പൂട്ടി വിശ്വസിച്ചു കളയും. അവരോട് എല്ലാം കയറി തുറന്ന് പറഞ്ഞു കളയും. ഇത് ഉത്രട്ടാതിക്കാരുടെ ഒരു വലിയ ദോഷമാണ്. പൊതുവെ ഉത്രട്ടാതിക്കാരൽപ്പം അലസരാണ്. സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് താല്പര്യം. ഇപ്പം ഈവൺ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഉത്രട്ടാതിക്കാർ വിചാരിക്കുന്നത്, വല്ല 10, 30, 50 രൂപ കൊടുത്താലും വേണ്ടിയില്ല, ഒരുത്തം കൊണ്ടുപോയി അടയ്ക്കുമെങ്കിൽ നല്ലത്. എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ എനിക്ക് പകരം അവനെ അങ്ങ് വിട്ട് റെഡിയാക്കാമായിരുന്നെങ്കിൽ കൊള്ളാം. ഇങ്ങനെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പൈസ പോയാലും വേണ്ടിയില്ല, വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമുക്കിങ്ങനെ അടിഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുന്നതാണ് ആർക്ക്, നമുക്ക് ഇഷ്ടമെന്ന് പറയുന്നത്. ഇത് ഉത്രട്ടാതിക്കാരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉത്രട്ടാതിക്കാർക്ക് മനോനിയന്ത്രണമുണ്ട്, പക്ഷേ മനക്കട്ടിയില്ല. കൊച്ചു കാര്യങ്ങൾ മതി ഇവരെ തളർത്താൻ. ഇവർക്ക് പെട്ടെന്ന് വിഷമം വരും ഉത്രട്ടാതിക്കാർക്ക്. അത് ഉത്രട്ടാതിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവരുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കും. പെട്ടെന്ന് പിണങ്ങിക്കളയും ഉത്രട്ടാതിക്കാർ. കാരണം അവർ ഭയങ്കര തീവ്രതയിലാണ് സ്നേഹിക്കുന്നത്. അപ്പം അതേ കണക്ക് തിരിച്ചു വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിണങ്ങും. പക്ഷേ ആ പിണക്കമൊക്കെ ഇച്ചിരി നേരത്തേക്കേ ഉള്ളു, കുറേ കഴിഞ്ഞ് അതങ്ങ് മാറിക്കിട്ടും. ഒരു തരം കുറുമ്പന്മാരാണ്, അല്ലെങ്കിൽ കുറുമ്പികളാണ്. ആരെന്ന് പറയാം? ഉത്രട്ടാതിക്കാർക്ക് ഒരല്പം കുറുമ്പ് കൂടുതലാണ്. മനസ്സിലായ? അപ്പോൾ ഉത്രട്ടാതിക്കാർ പിണങ്ങിയ കാര്യമാക്കണ്ട. അത് അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം. പിണങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ ഉത്രട്ടാതിക്കാർ വന്നങ്ങ് അടുക്കും. അപ്പോൾ ഉത്രട്ടാതിക്കാരുടെ ഒരു പ്രശ്നം ഇതാണ്, ഇവർ ഭയങ്കരമായിട്ട് അടുപ്പും. ആ അടുപ്പൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നും ഇവരെ എങ്ങനെയും ഇട്ട് തട്ടിക്കളിക്കാന്നൊക്കെ തോന്നും. അത് കളി മാറും. അവർക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എത്ര കണ്ട് തീവ്രതയിൽ അടുത്തുവോ അത്ര കണ്ട് വേഗത്തിൽ അവരകന്നു പോകും. അത് ഉത്രട്ടാതിക്കാരെ പ്രണയിക്കുന്നവർ വളരെയധികം അറിയേണ്ട കാര്യമാണ്. അവരുടെ പ്രണയം കണ്ടാൽ, ഒരു പുരുഷനാണെങ്കിൽ പ്രണയം കണ്ടാൽ ആ സ്ത്രീക്ക് തോന്നും ഇയാൾ വെറും പെങ്കോന്തനാണ്, എനിക്ക് അടിമയാണെന്ന് തോന്നും. അത് വെച്ചിട്ട്
അവർ പ്രണയം കൊണ്ടാണ് വരുന്നത്. ഉത്രട്ടാതിക്കാരെപ്പോഴും അവരുടെ വ്യക്തിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതിനൊരു കൊച്ചു പോറലേറ്റാൽ നിങ്ങളുടെ എത്ര കണ്ടടുത്തുവോ അതിൻ്റെ ഇരട്ടി വേഗതയിൽ ആര് മാറുന്നത് കാണാം, ഉത്രട്ടാതിക്കാർ മാറിപ്പോകുന്നത് കാണാം. അത് ഉത്രട്ടാതിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. സ്ത്രീയാണെങ്കിലും അങ്ങനെ മരിച്ച് സ്നേഹിക്കും ആ പെൺകുട്ടി. അത് കാണുമ്പോൾ ആ പെണ്ണിനെ എങ്ങനെയിട്ട് തട്ടിക്കളിക്കാമെന്ന് കരുതിയാൽ തെറ്റി. അപ്പോഴാ പെണ്ണ് അടുത്തതിനേക്കാൾ വേഗത്തിൽ എന്ത് ചെയ്യും, അകലും. ഒരു തരം മൂക്കേൽ കെറിവുള്ളവരാണ് ആരെന്ന് പറയുന്നത് ഉത്രട്ടാതിക്കാർ. ചില ഉത്രട്ടാതിക്കാർക്ക് മുൻകോപം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പിണങ്ങുക ഇവരുടെ സ്വഭാവത്തിലെ ഒരു സവിശേഷതയാണോ മൈനസ് പോയിന്റ് ആണോ അതൊക്കെ മറ്റുള്ളവർ തീരുമാനിക്കുക. പക്ഷേ എത്ര പിണങ്ങിയാലും അതിൻ്റെ വേഗത്തിൽ അവരെന്ത് ചെയ്യും, അങ്ങ് അടുക്കും. പിന്നെ അല്ലെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന കാര്യമാണെങ്കിൽ അപ്പോൾ അവർ പാടെ അങ്ങ് അകന്നു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഉത്രട്ടാതിക്കാരുടെ ഹൃദയത്തിന് ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലെ ഒരു സംഭവം അവർ ഗാഠമായി സ്നേഹിക്കുന്നവരിൽ നിന്നുണ്ടായാൽ അവരൊന്നും പറയില്ല. ഇറ്റ്സ് ഓക്കെ, അവരങ്ങ് പോകും. പിന്നെ ആ വശത്തേക്ക് പോകില്ല. പിന്നെ അവർ വന്നാൽ പോലും വലിയ പാടാണ് ഇവർക്ക് അടുപ്പിക്കാൻ. അങ്ങനെ ഒരു കാര്യം ഉത്രട്ടാതിക്കാർക്കൊണ്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പ്രണയത്തിൽ ഇവർ മരിച്ചു പ്രേമിക്കും. പക്ഷേ ഒരിക്കൽ നിങ്ങൾ അവരുടെ സ്നേഹം മനസ്സിലാക്കാതെ തള്ളിക്കളഞ്ഞാൽ പിന്നെ അവർക്ക് പഴയത് കണക്ക് നിങ്ങളെ സ്നേഹിക്കാൻ ഒരുപാട് സമയമെടുക്കും. പിന്നെ നിങ്ങൾ വളരെ പ്രയത്നിച്ചേ അവരെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുകയുള്ളൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം നല്ല മൂക്കേ കറിവുള്ളവരാണ്, അല്പം മുൻകോപം ഉള്ളവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 35 വയസ്സ് മുതൽ ഏതാണ്ട് 55 വയസ്സ് വരെ ശുക്രദശയാണ്. ആ ശുക്രദശ വളരെ ഗുണകരമാണ്. പൊതുവെ ഉത്രട്ടാതിക്കാർ ജാതകം നോക്കി കല്യാണം കഴിച്ചാൽ നല്ല സുഖകരമായ കുടുംബജീവിതം ലഭിക്കുന്നവരാണ്. ആർക്കെങ്കിലും ഉത്രട്ടാതിക്കാർക്ക് സുഖകരമായ ജീവിതമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ജാതക പൊരുത്തമില്ല, അല്ലെങ്കിൽ മധ്യമ രജ്ജുദോഷമുണ്ട്. മധ്യമ രജ്ജുദോഷമുള്ള നക്ഷത്രമാണ് ഉത്രട്ടാതി. അതേ കണക്ക് മധ്യമ രജ്ജുദോഷമുള്ള മറ്റ് നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ വരുമ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവുകയും അവർ ഡിവോഴ്സിലേക്ക് വരെ പോവുകയും ചെയ്യാം. അല്ലാതെ ഉത്രട്ടാതിക്കാർക്ക് നല്ല കുടുംബജീവിതം, സുഖകരമായ കുടുംബജീവിതമാണ് അവർക്ക് കിട്ടുന്നത്. നല്ല സന്താനങ്ങളുണ്ടാകും, സന്തതികളെ കൊണ്ട് ഗുണവും ഉണ്ടാകും. ബന്ധുക്കളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്നല്ല, ദോഷവും ഉണ്ടാകും. എങ്കിലും അവർ ബന്ധുക്കളെയൊക്കെ ആ ഒരു വിരോധമൊന്നും കാണിക്കത്തില്ല, എല്ലാവരെയും പരിഗണിക്കും. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പരാജയപ്പെടുത്താൻ നല്ല ഉഗ്രൻ കഴിവുള്ളവരാണ് ആരെന്ന് പറയുന്നത് ഈ ഉത്രട്ടാതിക്കാർ. ഇവരൊക്കെ പോലീസിൽ കയറിയാൽ വളരെയധികം ശോഭിക്കുമെന്നാണ് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ശത്രുക്കൾക്ക് അങ്ങനെ കീഴ്പ്പെടുത്താനൊന്നും പറ്റത്തില്ല. ഒരുത്തൻ നമ്മളെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ അവർക്കൊരു 6th സെൻസ് പോലെ അത് മണക്കും. എന്നിട്ട് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ ഉത്രട്ടാതിക്കാർ നേരത്തെ തന്നെ എടുക്കാം. പിന്നെ മീനം രാശിയല്ലേ, മീനം രാശിയാകുമ്പോൾ ഇവർക്ക് 2 സംശയം ഉണ്ടാകുന്ന ഒരു കൂട്ടത്തില എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വീട് പൂട്ടിയിട്ട് പുറത്തോട്ടിറങ്ങിയാൽ ചിലപ്പോൾ തോന്നും പൂട്ടിയോ ഒന്നും കൂടെ നോക്കാം, അല്ലെങ്കിൽ ബാക്ക് ഡോർ പൂട്ടിയോ ഒന്നും കൂടെ നോക്കാം, അല്ലാതെ ഒന്നും കൂടെ ചെയ്യാം, ഞാൻ കീ അവിടെ വെച്ചോ ഇവിടെ വെച്ചോ, ഇങ്ങനെ അല്പം സംശയങ്ങൾ ഇവർക്കുണ്ട്. അത് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, ഞാനിത് ചെയ്തായിരുന്നു എന്നൊക്കെ. ഇവർ എടുത്തുചാട്ടക്കാരല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏത് കാര്യവും അവർ നല്ലവണ്ണം ആലോചിച്ച് തീരുമാനം എടുക്കുന്നവർ ആണ്. പെട്ടെന്നിണങ്ങും, പെട്ടെന്ന് പിണങ്ങും. എന്തും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ സരസമായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ അതുകൂടാതെ നല്ല വൃത്തിയുള്ളവരാണ് ഉത്രട്ടാതിക്കാർ. ഉത്രട്ടാതിക്കാർ നീറ്റ്നെസ്സിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പറഞ്ഞാൽ ആ കാര്യം അവർ ചെയ്തിരിക്കും. അവരൊരു തീരുമാനമെടുത്താൽ എടുത്തതായിരിക്കും. ഉത്രട്ടാതിക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഉത്രട്ടാതിക്കാരെ പ്രണയിക്കുന്നവർക്ക് വിശ്വസിക്കാം. അവരുടെ വായിൽ നിന്ന് നിന്നെ കെട്ടിയിരിക്കും എന്ന് പറഞ്ഞാൽ കെട്ടിയിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അത് കളയാതിരുന്നാൽ മാത്രം മതി.
അവർ പറയുന്നത് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? പിന്നെ അവരതിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല. അവർക്കിഷ്ടപ്പെട്ടാൽ എന്തും ചെയ്യും, പിണങ്ങിയാ മറിച്ചും. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും. അവർക്ക് സ്നേഹം തോന്നുന്നവർക്ക് വാരിക്കോരി കൊടുക്കും. അവർക്ക് സ്നേഹം തോന്നുന്നവർ എന്തു ചോദിച്ചാലും എടുത്തു കൊടുക്കും. അത് ഉത്രട്ടാതിക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ മക്കളെ, സ്വന്തം മക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നവർ വേറെ കാണത്തില്ല. മക്കൾക്ക് വേണ്ടി എന്തും ചെയ്ത് കളയും ഉത്രട്ടാതിക്കാര്. മനസ്സിലായില്ലേ? മക്കളെന്ന് പറഞ്ഞാൽ ഉത്രട്ടാതിക്കാരുടെ പ്രാണനാണ്. ആർക്കും എന്തും കൊടുക്കുന്നതിനകത്ത് ഒരു മടിയുമില്ല. ഫ്രൂട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണ് ഉത്രട്ടാതിക്കാർക്ക്, ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ഈ മാമ്പഴം, ചക്കപ്പഴം പോലെയൊക്കെയുള്ള സാത്വികമായ ഫ്രൂട്ടുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ആരെന്ന് പറയുന്നത്, ഉത്രട്ടാതിക്കാരെന്ന് പറയുന്നത്. സാത്വിക ഫലവർഗ്ഗങ്ങൾ ഇഷ്ടമാണ്. ഏത് പ്രവൃത്തി ചെയ്താലും ഭയങ്കര സിൻസിയറായിരിക്കും. ഇവർ പഠിപ്പിക്കാൻ കയറിയാൽ സിൻസിയറായ ടീച്ചറായിരിക്കും. ഇവരൊരു ഡോക്ടറാണെങ്കിലോ അങ്ങേയറ്റം സിൻസിയറായിരിക്കും പേഷ്യൻസിനോട്. ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ ഇറങ്ങി ഓടിപ്പോകുന്നതിന് ഒരു മടിയും. ഇവരൊരു ചെരുപ്പൂത്തിയാണെങ്കിൽ ആ ചെരുപ്പ് കുത്തുന്നത് പോലും അത്രയ്ക്ക് സിൻസിയറായിട്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇവരിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ നല്ല സ്വഭാവമുള്ളവരായിരിക്കും. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്കറിയാം. നല്ല സന്താനങ്ങളും കിട്ടും. ഉത്രട്ടാതി നക്ഷത്രക്കാരികളായ സ്ത്രീകൾ നല്ല ക്ഷമയുള്ളവരാണ്. ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാം. ഭർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കും അവർ. ഇവർക്ക് നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കും. മനസ്സിലായില്ലേ? എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയും. ദാമ്പത്യ ജീവിതം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച ആൾ മധ്യമ രജ്ജുദോഷമുള്ളവരാണ്. ജാതക ചേർച്ചയില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നടത്തിയതാണ് നിശ്ചയം. അങ്ങനെ ജാതക പൊരുത്തത്തോടുകൂടി നല്ല ജ്യോത്സ്യം നോക്കി നടത്തുന്നെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവും വരത്തില്ല. പിന്നെ ഈ നാട്ടിൽ കണ്ട ചക്കടായി ജ്യോത്സ്യൻ്റെ അടുത്തൊക്കെ നിങ്ങൾ ചെല്ലരുതെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? പൊരുത്തം നോക്കാനായിട്ടൊക്കെ ചെന്ന് അയാൾ തെറ്റ് കുറിച്ച് ചെന്നാൽ നമ്മൾ ഉത്തരവാദിയല്ല. നല്ല ജാതകമാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കും. അതിനുള്ള യോഗമുണ്ട്. ഭയങ്കര നിഷ്കളങ്കരാണ് ഈ സ്ത്രീകൾ. ഏത് ജോലിയും ഉത്രട്ടാതി നക്ഷത്രക്കാരികളായ സ്ത്രീകൾ ആത്മാർത്ഥമായി ചെയ്യും. ഒരു 50 വയസ്സ് കഴിയുമ്പോൾ രോഗങ്ങളൊക്കെ വരാതെ നോക്കണം. മനസ്സിലായ? ഇവർക്ക് പിടിപെടാവുന്ന രോഗങ്ങൾ ഈ അർശസ് വരാം, മഞ്ഞപ്പിത്തം വരാം. മഞ്ഞപ്പിത്തമൊക്കെ കൊച്ചിലേ വേണമെങ്കിലും ഇവർക്ക് വരാം. വയറ്റിന് അസുഖം വരാം, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും, ചെവിക്കുള്ള രോഗങ്ങൾ വരാം. ഇതൊക്കെ വരാതെ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ചേരാത്ത നക്ഷത്രം അശ്വതി, കാർത്തിക, മകയിരം, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യത്തെ 3 പാദങ്ങൾ ചേരില്ല. ഇനി നിങ്ങൾ കലണ്ടർ എടുക്കുമ്പോൾ അതിൽ ഉത്രട്ടാതി, പൂയം, അനിഴം നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം നടത്തണം. ഒരു കാര്യം ഉത്രട്ടാതിക്കാർ വളരെ ആലോചിക്കണം. നിങ്ങളുടെ നക്ഷത്രനാഥൻ ശനിയാണ്. ശനിയാഴ്ച വ്രതം നിങ്ങൾ എടുക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. നിങ്ങൾ വ്രതം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാതിരിക്കണമെന്നല്ല. ശനിയാഴ്ച ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക. കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ ധരിക്കുക. അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി തൊഴുവുക, നീരാഞ്ജനം നടത്തുക. ഇത് ഉത്രട്ടാതിക്കാർക്കുണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും. മനസ്സിലായ? അവർ ഉത്രട്ടാതി നക്ഷത്രം ജന്മനക്ഷത്രം തോറും ശനീശ്വരന് പൂജ നടത്തണം. പിന്നെ അന്നദാനം യഥാശക്തി നടത്തിയാൽ നല്ലതാണ്. ഒന്നുമില്ലെങ്കിലും റോട്ടിൽ കൂടെ പോകുന്നൊരു പിച്ചക്കാരിക്കെങ്കിലും വിളിച്ച് ആഹാരം കൊടുത്താൽ അത് അന്നദാനമായിട്ട് മാറി. ശനിയും ഉത്രട്ടാതിയും ചേർന്ന് വരുന്ന ദിവസം, അതായത് ശനിയാഴ്ച ദിവസം ഉത്രട്ടാതി വന്നാൽ ഉറപ്പായിട്ടും ക്ഷേത്രത്തിൽ പോകണം. നിങ്ങളുടെ രാശിനാഥൻ വ്യാഴമാണ്. അതുകൊണ്ട് മഹാവിഷ്ണു എപ്പോഴും കൂടെ കാണും. നിങ്ങൾ മനസ്സിലാക്കുക, അർജുനൻ്റെ നക്ഷത്രമാണ് ഉത്രട്ടാതി. കൃഷ്ണൻ എപ്പോഴും കൂടുണ്ട്. വ്യാഴത്തിൻ്റെ ബലം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളത് പരിപോഷിപ്പിച്ചെടുക്കണം.
നിങ്ങളുടെ രാശിനാഥൻ ആരാണ്? മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മഹാവിഷ്ണു, കൃഷ്ണൻ, ലക്ഷ്മി ദേവി, രാധാറാണി ഇവരെയൊക്കെ ഭജിക്കുന്നതായിരിക്കും ഉത്തമം. അവരാരാധിക്കേണ്ട ദേവത ഇതിൽപ്പെട്ടതായിരിക്കണം, അല്ലാതെ ശിവൻ, മുരുകൻ അങ്ങനല്ല. ഉത്രട്ടാതിക്കാർ നക്ഷത്രക്കാർ ആരാധിക്കേണ്ട ദേവത വിഷ്ണു, കൃഷ്ണൻ, മനസ്സിലായില്ലേ, മഹാലക്ഷ്മി, പിന്നെ രാധാറാണി. ഇതിലേതെങ്കിലും ഒരാളെയോ ഒന്നിൽ കൂടുതൽ പേരെയോ തിരഞ്ഞെടുക്കണം. നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. വിഷ്ണു പൂജ നടത്തുന്നത് നല്ലതാണ്. ഭാഗ്യസൂക്തം നടത്തുന്നത് നല്ലതാണ്. മഞ്ഞയും കറുപ്പുമാണ് നിങ്ങളുടെ ഭാഗ്യ നിറവെന്ന് പറയുന്നത്. പിന്നെ കേതുദശ, സൂര്യദശ, ചൊവ്വാദശ കുഴപ്പമുള്ള ദശയാണ്. അത് ഈ സൂര്യദശ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഈ ദശകളിൽ അതാത് ഇപ്പം കേതു ദശയിൽ മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ കേതു ഗ്രഹത്തിന് അർച്ചന, സൂര്യദശയിൽ സൂര്യഗ്രഹത്തിന് അർച്ചന, ചൊവ്വാദശയിൽ ചൊവ്വാഗ്രഹത്തിന് അർച്ചനയും നടത്തി സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്തും പോകണം. അങ്ങനെ ചെയ്താൽ വളരെയധികം പ്രയോജനം ഉത്രട്ടാതിക്കാർക്കുണ്ടാകും. ഉത്രട്ടാതിക്കാർ ശനിയെ പ്രീതിപ്പെടുത്തണം. ഒരു ജന്മത്തിൽ ഒന്നിൽ കൂടുതൽ ശനി വരുന്നൊരു നക്ഷത്രമാണിത്. അതുകൊണ്ട് ശനീശ്വരനെ പിടിക്കണം, അയ്യപ്പനെ പിടിച്ചോളണം, വിഷ്ണുവിനെയും പിടിച്ചോളണം, അയ്യപ്പനെയും പിടിച്ചോളണം. പറ്റുമ്പം ശബരിമലയ്ക്കൊക്കെ പോകണം. വളരെ ഉത്തമമാണ്. ശനിയാഴ്ച വ്രതവും വ്യാഴാഴ്ച വ്രതവും എടുത്താൽ പിന്നെ പറയണ്ട. ഉത്രട്ടാതിക്കാർ കയറി പൊക്കോളും. അറ്റ് പ്രസൻറ്റിൽ ഉത്രട്ടാതിക്കാരെ നിങ്ങൾ എന്തെങ്കിലും സങ്കടവും വിഷമവും അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച വ്രതം എടുക്കണം, ശനിയാഴ്ച വ്രതം എടുക്കണം. ആഹാരം കഴിച്ചിട്ട് എടുത്താൽ മതി, ആഹാരം കഴിക്കാതെ എടുക്കണ്ട. എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. അപ്പോൾ ഉത്രട്ടാതിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. അപ്പോൾ ഓർമ്മിക്കുക, ഞാൻ രാധാഭക്തനായ കഥയുമായി വെള്ളിയാഴ്ച വരും. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.